الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ഈ ഒരു മാസക്കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എന്ത് നേടാനായി എന്നത് വളരെ ശക്തമായി തന്നെ സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു സമയത്താണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അടുത്ത റമദാനിൽ ഇതുപോലെ ഈ പള്ളിയിൽ ആളുകൾ സംഗമിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ എവിടെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു ധാരണയുമില്ല. അങ്ങനെയാണ് എങ്കിൽ ഇതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അവസാനത്തെ റമദാൻ ആവാനാണ് സാധ്യത. ഈ റമദാൻ കൊണ്ട് വേണം നമുക്ക് ജീവിതത്തിൽ പരലോകത്തെ വിജയിക്കാൻ, സിറാത്ത് പാലം കടക്കാൻ, ഗ്രന്ഥം വലത് കൈയിൽ ഏറ്റുവാങ്ങാൻ, ഖബറിലെ ചോദ്യങ്ങളെ മറികടക്കാൻ, അങ്ങനെ ഒരു 10ഓളം സംഗതികളെ അതിജയിക്കാൻ, അല്ലെങ്കിൽ അതിലൊക്കെ കൃത്യമായ ഉത്തരം നൽകാൻ ഈ റമദാൻ നമുക്ക് ഉപകരിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറ്റമറ്റൊരു വിലയിരുത്തൽ നടത്തിയാൽ ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കുന്നത് ആളുകളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കുറേയൊക്കെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും നന്മയോടുള്ളൊരു ആഭിമുഖ്യവുമൊക്കെ ഈ മാസത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മളെടുത്ത എല്ലാ നന്മകളും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. നോമ്പുകാരന് 2 സന്തോഷം നിറഞ്ഞ സമയത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഫർഹത്താനി എന്ന് പറഞ്ഞു. അതിലൊന്ന് നോമ്പ് തുറക്കുമ്പോഴാണ് എങ്കിൽ മറ്റൊന്ന് അള്ളാഹുവിനെ കാണുമ്പോഴാണ്. നോമ്പ് തുറന്ന എല്ലാവർക്കും ആദ്യം പറഞ്ഞ സന്തോഷം ലഭിച്ചു എന്ന് സത്യമാണ്. രണ്ടാമത്തെ സന്തോഷം ആദ്യം സന്തോഷം ലഭിച്ച എല്ലാവർക്കും ഇല്ല എന്ന് നമ്മൾ അറിയണം. അത് സ്വീകരിക്കപ്പെട്ട നോമ്പുകാർക്ക് മാത്രമുള്ളതാണ്. എങ്കിൽ ഓരോ കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് എത്ര കണ്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു ആലോചനയും ഒരു ആശങ്കയും ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപാട് നന്മകൾ നമ്മൾ തുടങ്ങി വച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കെട്ടി പൂട്ടി എവിടെയെങ്കിലും ഒതുക്കി വയ്ക്കുന്നൊരു സമീപനം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് നമ്മളെടുക്കേണ്ട മറ്റൊരു തീരുമാനം. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറ ആൽ ഇമ്രാനിലെ 30-ാമത്തെ സൂക്തമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്, യൗമ തജിദു കുല്ലു നഫ്സിൻ, എല്ലാ മനുഷ്യരും കണ്ടുമുട്ടുന്നതാണ്, മാ അമിലത്ത് മിൻ ഹൈരിൻ മുഖ്ലറ, ഓരോ കാര്യവും നന്മയായി താൻ ചെയ്ത ഓരോ കാര്യവും
അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഓരോരുത്തരും കാണും. വമാ അമിലത്ത് മിൻ സൂഇൻ, അതേപോലെ തന്നെ തിന്മയായി താൻ ചെയ്തു കൂട്ടിയതെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടുന്നതും ഓരോ മനുഷ്യനും കാണും. തവദ്ദു എന്നവൻ കൊതിക്കും, ലൗ അന്ന ബൈനഹ വ ബൈനഹു അമദം ബഈദ, ഈ തിന്മയും ഞാനും തമ്മിൽ വലിയൊരു അകലമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സഹു, അള്ളാഹു തന്നെപ്പറ്റി തന്നെ തൻ്റെ ദാസന്മാർക്ക് അള്ളാഹു താക്കീത് നൽകുകയാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു തൻ്റെ ദാസന്മാരോട് അങ്ങേയറ്റം ദയാലുവും അതേപോലെ തന്നെ ദയയുമുള്ളവനാകുന്നു എന്ന് ആ വചനം അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു. ഈ സന്ദർഭത്തിൽ എനിക്ക് എന്നോട് നിങ്ങളോടും പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. അതിലൊന്ന്, നമ്മൾ ഈ നേടിയ നന്മകൾ ജീവിതത്തിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ, റമദാനിൽ നമ്മൾ ഉമിനീരിറക്കുന്നത് പോലും വളരെ ആശങ്കയോടും സൂക്ഷ്മതയോടും കൂടി നമ്മൾ അങ്ങനെ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റ് ഹറാമുകളുടെ കാര്യത്തിൽ നമുക്കുണ്ടായാൽ തീർച്ചയായും അത് ജീവിതത്തിലൊരു വലിയ മാറ്റമായി. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ ആ നന്മ അള്ളാഹുവിലേക്ക് സ്വീകരിക്കപ്പെടണമെങ്കിൽ 2-3 മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ ഒരു തിന്മയുടെ കാര്യം അങ്ങനെയല്ല. തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതവിടെ ഉണ്ടാകും. ആ തിന്മ ചെയ്ത് അങ്ങനെ ശരിയായില്ല, അതുകൊണ്ട് സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പറയുന്നൊരവസ്ഥയില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിച്ചവരിൽ നിന്നാണ് അമലുകൾ സ്വീകരിക്കപ്പെടുക എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സൂക്ഷ്മതയും അതേപോലെ തന്നെ അത് ചെയ്യേണ്ട രീതിയിലുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഒക്കുമ്പോഴാണ് ഒരമല് അള്ളാഹുവിലേക്ക് എത്തുക. എന്നാൽ ഒരു തിന്മയുടെ കാര്യം അങ്ങനെയല്ല. പരിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയെടുത്ത നന്മകളെ ജീവിതത്തിൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമതായിട്ട് പറയാനുള്ള സംഗതി. പൂർവികരായ ആളുകളെ സംബന്ധിച്ച് ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറ മുഅ്മിനൂനിലെ 60-61 വചനങ്ങളിലൂടെ അള്ളാഹു പറയുന്നത്, വല്ലദീന യുഅ്തൂന മാ അതൗ ഖുലൂബുഹും വജിലത്തുൻ, രക്ഷിതാവിലേക്ക് ചെയ്യേണ്ട ദാനധർമ്മങ്ങളൊക്കെയും വലിയ ആശങ്കയോടും ഭയപ്പാടോടും കൂടി ചെയ്ത ആളുകൾ, അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് തിരികെ ചെല്ലേണ്ടവരാണ് യല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് വലിയ ഭയത്തോടു കൂടിയാണ് അവർ ദാനധർമ്മങ്ങളൊക്കെ ചെയ്തത് എന്ന് പറയുന്നു. ഉലായിക യുസാരിഊന ഫിൽ ഖൈറാത്ത്, തീർച്ചയായും അക്കൂട്ടരാണ് നന്മയിലേക്ക് ധൃതി വച്ച ആളുകൾ. വഹും ലഹാ സാബിഖൂൻ, അവരാണ് മുൻകടന്നു പോയ ആളുകൾ, മുന്നേ എത്തുന്ന ആളുകൾ അവരാണ്. ആ ആയത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞത് വല്ലദീന യുഅ്തൂന മാ അതൗ ഖുലൂബുഹും വജിലത്തുൻ എന്നാണ്. ഹൃദയം നടങ്ങുന്നവരായി ഭയപ്പാടോടുകൂടിയാണ് ചെലവഴിക്കേണ്ട ദാനധർമ്മങ്ങളിൽ അവർ പങ്കെടുത്തത്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ ഇമാം അഹമ്മദിൽ നിന്ന് ഉദ്ധരിക്കുന്നൊരു ഹദീസ് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. പ്രവാചക പത്നിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു ഈ ആയത്ത് കേട്ടപ്പോൾ, അഹുവർ റജുലു യസിനി വയസ്സിരിക്കു വയഷർബുൽ ഹംർ, ഈ ആയത്തിൽ ഇങ്ങനെ ഹൃദയം നടക്കുന്നവർ പേടിച്ചരണ്ടവർ എന്നൊക്കെ പറഞ്ഞത് വ്യഭിചാരികളും അതേപോലെ തന്നെ മോഷ്ടാക്കളും മദ്യപാനികളുമായ ആളുകളാണോ? അവരാണോ ഇങ്ങനെ ഭയപ്പാടോടുകൂടി അള്ളാഹുവിലേക്ക് ദാനം ചെയ്ത ആളുകൾ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ കൊടുക്കുന്ന മറുപടി, ഖാലലാ ബിൻത അബീബക്കർ, അബൂബക്കറിൻ്റെ മോളെ, അതല്ല കാര്യം. വലാകിന്നഹു റജുലു, ആ മനുഷ്യന്മാരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് യസൂമു വയുസല്ലി, അവർ നോമ്പെടുക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. വയത്തസദ്ദഖു, അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നു. വയഖാഫു, അവർ ഭയപ്പെടുകയാണ്. ഐ യുഖ്ബല മിൻഹു, തങ്ങൾ ഈ ചെയ്തതൊക്കെ അള്ളാഹ് സ്വീകരിച്ചോ എന്ന കാര്യത്തിൽ. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ആശങ്ക, ഇത് ചെയ്യേണ്ട മാതിരി ആയിട്ടുണ്ടോ, അള്ളാഹുവിലേക്ക് ഇത് എത്തിയിട്ടുണ്ടോ, അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ടോ, ഈ പ്രതിഫലങ്ങളൊക്കെ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊരു ബേജാർ. ഒരു കാര്യം പറയട്ടെ, ആ ബേജാറാണ് നമുക്കില്ലാത്തത്.
നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിയുമ്പോൾ അത് അതിൻ്റെ 10 മടങ്ങോടുകൂടി എത്തിയെന്നുള്ളൊരു അമിതമായൊരു ആത്മവിശ്വാസത്തിലാണ് ഞാനും നിങ്ങളൊക്കെ. പൂർവികരായ ആളുകൾ ഈ കാര്യത്തിൽ വലിയ ആശങ്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഖുർആനിലൂടെ അള്ളാഹു പറയുമ്പോൾ അതിലൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഒരു മേലുദ്യോഗസ്ഥൻ്റെ മുന്നിലേക്ക് ഒരു റെക്കോർഡ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കാം. എല്ലാ ഫിനാൻഷ്യൽ ഇയറും തുടങ്ങാൻ പോവുകയാണ് ഏപ്രിലിൽ. കണക്കെഴുതുന്നവരൊക്കെയും കണക്ക് പുസ്തകങ്ങൾ അക്കൗണ്ടിനെ ഏൽപ്പിക്കേണ്ടുന്ന, ചാർട്ടേഡ് അക്കൗണ്ടിന് കൈമാറേണ്ടുന്ന സമയമാണ് വരുന്നത്. നമ്മളൊക്കെ കൃത്യമായി അത് എഴുതുകയും കൊടുക്കുകയും ചെയ്യുന്നവരാണ്. എത്ര കൊടുത്താലും ഒരു 19 ഡൗട്ടുകളെങ്കിലും അദ്ദേഹം കണ്ടെത്തുക സ്വാഭാവികമാണ്. എത്ര വിശദീകരിച്ചാലും അതിൽ 5-10 എണ്ണം വിശദീകരണം തൃപ്തിയാകാത്തതും കമൻ്റ് ചെയ്യപ്പെടുന്നതായിട്ടുണ്ട്. എങ്കിൽ ഞാനും നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഓർമ്മ വച്ച നാൾ മുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതേപോലെ തന്നെ തിന്മകളുമൊക്കെയും അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടുള്ളൊരു പച്ചയായ വിചാരണയ്ക്ക് നമ്മൾ നിന്നാൽ ചാർട്ടേഡ് അക്കൗണ്ട് പറയണ പോലെ ആവില്ലല്ലോ കാര്യങ്ങൾ. എത്ര നമ്മൾക്ക് വിശദീകരിക്കേണ്ടി വരും, എത്ര വിശദീകരിച്ചാൽ നമുക്ക് പോലും തൃപ്തിമാകും, നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള സ്വീകരണത്തെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു ആശങ്കയും നിരന്തരമായ പ്രാർത്ഥനയും ഉണ്ടാകണം. നോമ്പ് കഴിഞ്ഞ സ്വഹാബിമാർ നോമ്പ് സ്വീകരിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് നിരന്തരമായി പ്രാർത്ഥിച്ചു എന്നതാണ്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അള്ളാഹുവിനെ ആരാധിക്കുന്നതിനു വേണ്ടി ലോകത്ത് ആദ്യമായൊരു ആരാധനാലയം എടുത്തുയർത്തിയതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിലും കൂടി നടത്തിയ പ്രാർത്ഥന, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. ഉണ്ടാക്കാൻ പറഞ്ഞവൻ രക്ഷിതാവും, അതിനു വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തിയതും അതിനുവേണ്ടി മാനസികമായിട്ടുള്ള എല്ലാ പണികളും ചെയ്തവർ ഈ സാധുക്കളായ അടിമകൾ. എന്നിട്ട് അതെല്ലാം നിർവഹിച്ച ശേഷം വളരെ വിനയാന്വിതമായി അള്ളാഹുവിനോട് താണു വീഴുകയാണ്, പടച്ചവനെ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. നമസ്കാരം കഴിഞ്ഞാൽ മൂട്ടിലെ പൊടിയൻ തട്ടി ഓടുന്ന നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? എത്ര കണ്ട് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരാശങ്കയും ഒരു താല്പര്യവും ജീവിതത്തിൽ വച്ചു പുലർത്താൻ നമുക്ക് സാധിക്കണമെന്നതാണ്. നോക്കൂ നിങ്ങൾ, രണ്ടാമതായി പറയാനുള്ളത് ആ ചെയ്ത കാര്യങ്ങൾ നിലനിർത്തുക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, കുല്ലിൽ ഫിൽ ഇസ്ലാമി ഖൗലൻ, ഇസ്ലാമിനെ സംബന്ധിച്ച് താങ്കൾ എനിക്കൊരു കാര്യം പറഞ്ഞു തരിക. ലാ അസ്അലു അൻഹു അഹദുൻ ഗൈറുക, ഇനി അതിനെപ്പറ്റി മറ്റൊരാളോട് ചോദിക്കേണ്ടതില്ലാത്ത വണ്ണം സമഗ്രവും വ്യക്തവുമായൊരു കാര്യം എനിക്ക് പറഞ്ഞു തരാൻ ഒരാൾ പ്രവാചകനോട് ആവശ്യപ്പെട്ടു. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, കുൽ ആമൻതു ബില്ലാ, നീ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുകയും സുമ്മസ്തത്തിൽ നേരെ ചൊവ്വ നിലകൊള്ളുകയും ചെയ്യുക. നമ്മളിനി സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ ആരാധനയുടെ ചുട്ടവട്ടങ്ങളിലും അതിൻ്റേതായ എല്ലാ കോപ്പുകൂട്ടലിലുമായിരുന്നു. ഇനി നമ്മൾ തുറസായൊരു വിഹായസിലേക്ക്, നമ്മൾ ബഹുജനങ്ങളുടെ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അവിടെയാണ് കൃത്യമായി നമ്മൾ ആരാണ് എന്നും മറ്റുള്ളവർ ആരാണ് എന്നും സമൂഹത്തിന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുക. ഇസ്ലാമിൻ്റെ സൗന്ദര്യവും ഇസ്ലാമിൻ്റെ സുഗന്ധവും മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയുക മുസ്ലിങ്ങളിലൂടെ. ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയെ പറ്റിയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിലൂടെ പ്രവാചകൻ പറഞ്ഞത്. ആമൻതു ബില്ലാഹ്, പടച്ചവനിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയും സുമ്മസ്തഖിം, നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്യുക. ഏതു കാര്യങ്ങളിലും കൃത്യമായ നിലപാടുള്ളവരായി, എപ്പോഴും മനുഷ്യരുടെ പ്രയാസങ്ങളിലും അവകാശങ്ങളിലും മനുഷ്യരുമായിട്ടുള്ള നല്ല ബന്ധങ്ങളിലും കാത്തു സൂക്ഷിക്കുന്ന, ഏറ്റവും നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു വിധാനത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അതൊക്കെയാണ് പറഞ്ഞു വച്ചതിൻ്റെ സംഗതി എന്ന് പറയുന്നത്. പലപ്പോഴും ആരാധനാവേളകൾ ബലൂണിൽ കാറ്റ് നിറച്ചതുപോലെയാണ്. നമ്മളിങ്ങനെ ഭക്തിയിൽ ഇങ്ങനെ വല്ലാതെ മുഴുകി ഇപ്പൊ പൊട്ടിപ്പോകും എന്നൊരവസ്ഥയിലേക്കാണ്. ഭക്തി ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. എത്ര ചെയ്തിട്ടും സമാധാനം കിട്ടുന്നില്ല. വീണ്ടും 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 ചെയ്യണം.
അങ്ങനെ ആ ഭക്തിയുടെ മൂർധന്യാവസ്ഥയിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബലൂണിലെ തന്നെ കാറ്റയച്ചു വിട്ടമായിരുന്നു. പിന്നെ മൂപ്പർക്ക് യാതൊരു താല്പര്യമില്ല. ഷവ്വാലിൻ്റെ ഒരു സാധു വന്ന് ചോദിക്കുകയാണ്, എൻ്റെ ഹാർട്ടിന് ഓപ്പറേഷനാണ്, അങ്ങൊന്ന് സഹായിക്കണം. അപ്പോൾ നമ്മുടെ മറുപടി എന്തായിരുന്നു? റമദാനിലൊക്കെ നീ എവിടെ പോയി കൊടുക്കായിരുന്നു? ആ സാധുവിന് ഷവ്വാലിലാണ് ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് നിർദ്ദേശിച്ചത്. അത് അയാളുടെ തെറ്റല്ലല്ലോ, ഡോക്ടറുടെയും തെറ്റല്ല, ആരുടെയും തെറ്റല്ല, ദൈവനിശ്ചയമാണത്. എങ്കിൽ റമദാനിൽ സഹായിച്ച മനുഷ്യന് ഷവ്വാലിൽ സഹായിക്കാൻ കഴിവുണ്ടെങ്കിൽ ബാധ്യതയുണ്ട് എന്നതാണ്. ചെയ്യേണ്ടതല്ല ഞങ്ങൾ ചെയ്തു കഴിഞ്ഞ് ഞങ്ങളോടൊന്നും ചോദിക്കേണ്ടതില്ല എന്നൊരു സമീപനമാണ് എങ്കിൽ അതൊരു പ്രഖ്യാപനം കൂടിയാണ്. ഈ റമദാൻ എനിക്ക് ഒട്ടും ഉപകാരപ്പെട്ടില്ല എന്നതിൻ്റെ. അങ്ങനെ ആകാൻ പാടില്ല. പടച്ചവനിൽ വിശ്വസിച്ച നിങ്ങളും ഞങ്ങളൊക്കെ ഞാനുമൊക്കെ നമ്മുടെ പിന്നീടുള്ള ജീവിതങ്ങളിൽ അത് കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിനൊരു സീസണില്ല. അള്ളാഹുവിനോടുള്ള ഭക്തി കുറേ കൂടുന്ന കുറേ സമയം, കുറേ കുറയുന്ന സമയം, അങ്ങനൊരു സംഗതിയില്ല. പടച്ചവനുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ എല്ലാ മാസങ്ങളിലും ഒരേപോലെയാണ്. റമദാനിനെ അല്ലല്ലോ നമ്മൾ പേടിച്ചത്, അള്ളാഹുവിനെയാണ് പേടിക്കുന്നത്. അതുകൊണ്ട് റമദാനിൽ സജീവമായിരുന്ന പടച്ചവൻ ഷവ്വാലിൽ ഏറെ സജീവൻ തന്നെയാണ്. ആ രീതിയിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധമുണ്ടാകണം. ഖുർആൻ ഇത് എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞു തന്നത്. 16-ാമത്തെ അധ്യായം സൂറ നഹലിലെ 92-ാമത്തെ വചനം. അതിലൊരു പെണ്ണിനെ പറ്റി അല്ലാഹു പറയാം, അതേപോലെ നിങ്ങളാകരുത് എന്നാണ് പറഞ്ഞത്. വലാ തക്കൂനു കല്ലത്തി നഖലത്ത് അസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. എന്താണ് ആ പെണ്ണിൻ്റെ സ്വഭാവം? അവൾ ശക്തിയായ നൂലുണ്ടാക്കി, ആ നൂല് നൂറ്റ ശേഷം പിന്നീട് അതിൻ്റെ പിരികളെല്ലാം പിരി ഉടച്ചു കളഞ്ഞവളെപ്പോലെ ആയിപ്പോയി, അല്ലെങ്കിൽ പിരി ഉടച്ചു കളഞ്ഞു. ശക്തമായ നൂൽ നൂറ്റ ശേഷം പിന്നീട് അതിൻ്റെ പിരികൾ ഉടച്ചു കളഞ്ഞവളെപ്പോലെ നിങ്ങളാകരുത്. അള്ളാഹുവിനോട് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള അവനുമായിട്ടുള്ള നിങ്ങളുടെ കരാറുകൾ, ഉടമ്പടികൾ, നമ്മൾ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ജീവിതം കൊണ്ട് തെളിയിച്ച കാര്യങ്ങളൊക്കെയും പിന്നീട് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ആ ഒരു സമീപനം നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും ഉണ്ടാകരുത് എന്ന് വളരെ കൃത്യമായി ഉദാഹരണ സഹിതം അള്ളാഹു പറയും. നാട്ടിൻപുറങ്ങളിലെ പഴമക്കാർ പറയും, അന്ത്യയാവണവരെ വെള്ളം കോരി അന്ത്യയായപ്പോൾ കുടമുടച്ചു കളഞ്ഞു എന്ന്. അതുപോലെ ആകരുത് എന്നതാണ്. റമദാനിലൂടെ നമ്മൾ എന്തു നേടി എന്നത് ശേഷമുള്ള മാസങ്ങളിൽ കൃത്യമായി നമ്മിലൂടെ തന്നെയും പ്രതിഫലിക്കേണ്ടതാണ്. അതാണ് റമദാനിലെ നേട്ടമെന്ന് പറയുന്നത്. അപ്പോൾ നോമ്പിലൂടെ നേടിയ സൂക്ഷ്മതയും ഭക്തിയും നന്മകളുമൊക്കെയും ജീവിതത്തിൻ്റെ അവസാനം വരെയും കൊണ്ടുപോകാൻ കഴിയണം. അതാണ് ഒന്നാമത്തെ ഉപദേശം എന്ന് പറയുന്നത്. അതേപോലെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. ഈ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ പള്ളിയിൽ കൃത്യസമയത്ത് എത്താറുള്ളൂ എന്ന്. അയാൾ ഭക്തി കുറഞ്ഞിട്ട് പറഞ്ഞതല്ല, നേരത്തെ ചെന്നാൽ പല കൂട്ടുകാരൊക്കെ ഉണ്ടാവും, ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ വർത്തമാനത്തിലൊക്കെ വേറെ പലരെയും പറ്റി ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. റമദാൻ മാസമാണെന്നുള്ള ഓർമ്മയൊന്നുമില്ല. അതുകൊണ്ട് തിന്മകളാണ് അധികവും അത്തരം കൂട്ടുകെട്ടുകളിൽ സംസാരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വർഷം ഞാൻ ചെയ്തത് കൃത്യമായ സമയങ്ങളിൽ ഞാൻ പള്ളിയിലേക്ക് എത്തുന്നു എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സൂക്ഷ്മത. അതുകൊണ്ട് ഒരുപാട് ഏഷണികളിൽ നിന്ന്, പരിദൂഷണങ്ങൾ കേൾക്കുന്നതിൽ നിന്നൊക്കെയും എൻ്റെ കാതിനെനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെന്നാണ് സാധു പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആ സൂക്ഷ്മത ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകണം. ജീവിതത്തിൽ നമ്മൾ കൈയൊഴിയേണ്ട ആഡംബരം എന്ന് പറയുന്നത്, കല്യാണങ്ങളുടെ മാസമാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാ കല്യാണങ്ങൾക്കും റമദാൻ കഴിയട്ടെ എന്നിങ്ങനെ നീട്ടിവച്ചിരിക്കുകയായിരുന്നു. റമദാനിലുള്ള ഒരു ഭക്തിയും ഒരു സൂക്ഷ്മതയും കല്യാണ വീടുകളിൽ നമ്മൾ കാണുന്നില്ല. റമദാനിലെ സൂക്ഷ്മത പോലെ ഒരു സൂക്ഷ്മത കല്യാണ വീട്ടിലൊന്നുമില്ല. പാട്ടും അതേപോലെ തന്നെ ആവശ്യമായ വിനോദങ്ങളൊക്കെ ആകാം. അത് എല്ലാ സീമകളെയും അതിരുകളെയും ലംഘിക്കുന്ന വിധം ആർഭാടമായ രീതിയിലേക്ക് മുന്നേറുമ്പോൾ ഈ റമദാൻ ജീവിതത്തിൽ ഒന്നും നേടിയില്ല എന്നൊരവസ്ഥ ഒരു പ്രഖ്യാപനം കൂടിയായി തീരുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, എന്തിനാണ് ആരാധനകൾ? നമ്മൾ ആരാധനയുടെ ലക്ഷ്യത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, പടച്ചവനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്നതാണ്
ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഞാനും എൻ്റെ രക്ഷിതാവുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിട്ടുണ്ടോ ഇല്ലേ എന്ന് ആർക്കാണ് അറിയാൻ കഴിയുക? എൻ്റെ കാര്യം എനിക്കാണ് ഏറ്റവും നന്നായി അറിയാം. അതേപോലെ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ സംബന്ധിച്ച് അറിയാൻ കഴിയും. നോമ്പിനെ സംബന്ധിച്ച് പറയുന്ന ഖുർആനിലെ 2-ാമത്തെ അധ്യായത്തിലെ 185-ാമത്തെ വചനത്തിന് ശേഷം 186-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് ഇതാണ്: വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ. എൻ്റെ ദാസന്മാർ നിന്നോട് എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ പറയുക, ഇന്നീ ഖരീബുൻ, ഞാൻ വളരെ സമീപസ്ഥനാണ്. നോമ്പൊക്കെ നോറ്റു വളരെ കൃത്യമായി വന്ന മനുഷ്യന് ഞാൻ വളരെ സമീപസ്ഥനാണ്. ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅൻ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. ഫൽ യസ്തജീബു ലീ, തീർച്ചയായും അവൻ എൻ്റെ ആഹ്വാനം സ്വീകരിച്ചു കൊള്ളട്ടെ. വൽ യുഅ്മിനു ബി, അവൻ എന്നിൽ വിശ്വസിക്കുകയും ചെയ്തു കൊള്ളട്ടെ. ലഅല്ലഹും യർഷുദൂൻ, തീർച്ചയായും അവർ നേർമാർഗം പ്രാപിക്കുന്നവരായേക്കാം. അപ്പോൾ ആരാധനയിലൂടെ ലഭിക്കേണ്ട ഒരു വലിയ സംഗതി എന്ന് പറയുന്നത് പടച്ചവനുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ, ഊഷ്മളമായ ബന്ധത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. അങ്ങനെ ആകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവുമായി നമ്മളുടെ ബന്ധം എത്ര കണ്ട് ഊഷ്മളമായിട്ടുണ്ട് എന്ന് നമ്മൾ കൃത്യമായി നോക്കേണ്ടതുണ്ട്. ഇബാദത്തിലല്ലല്ലോ കൂടുതലായി സൂക്ഷ്മത വേണ്ടത്. ഇബാദത്തിന് ശേഷമുള്ള സന്ദർഭങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടത്. എല്ലാ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഈ സംഗതി കാണാൻ കഴിയും. വെള്ളിയാഴ്ച ദിവസം നോക്കൂ നിങ്ങൾ, 62-ാമത്തെ അധ്യായത്തിൻ്റെ പേര് ജുമുഅ എന്നാണ്. ആ ജുമുഅ സൂറത്തിൻ്റെ 10-ാമത്തെ വചനം ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. എന്താ പറഞ്ഞത്? വെള്ളിയാഴ്ച ദിവസം ജുമുഅ കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ അടയിരിക്കേണ്ടതില്ല. എല്ലാവരും ഭൂമിയിൽ വ്യാപരിച്ചു കൊള്ളുക, എന്നിട്ട് അള്ളാഹുവിൻ്റെ ഫദ്ല് തേടിക്കൊള്ളുക. ജീവിത സന്ധാരണത്തിന് ആവശ്യമായ സംഗതികൾ തേടിക്കൊള്ളുക. കുട്ടികൾ പള്ളിക്കൂടങ്ങളിലേക്കും, ഉദ്യോഗാർത്ഥികൾ അവരുടെ ഓഫീസുകളിലേക്കും, കച്ചവടക്കാർ കച്ചവട സ്ഥാപനങ്ങളിലേക്കും, തൊഴിലാളികൾ അവരുടെ മേഖലകളിലേക്കൊക്കെ പിരിയുമ്പോൾ അവരെന്ത് ചെയ്യണം? ഫദ്കുറുല്ലാഹ കസീറൻ. അവരവിടെയൊക്കെയും അള്ളാഹുവിനെ കൂടുതലായി ഓർത്തുകൊള്ളട്ടെ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അവർ വിജയികളായേക്കും. ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പള്ളിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഭക്തിയും പടച്ചവനെ സംബന്ധിച്ചുള്ള ഓർമ്മയും ബോധവും ഒക്കെ ഉണ്ടാകേണ്ടത് അത്തരം മേഖലകളിലാണ് എന്ന് പറയുന്നു. റമദാനിൽ ഉണ്ടാകേണ്ടുന്ന ഈ ഭക്തിയും അതേപോലെ തന്നെ പേടിയും ഓർമ്മയും ഒക്കെ റമദാനിന് ശേഷമുള്ള സമയങ്ങളിൽ ഉണ്ടാകണമെന്നതാണ് ആ ആയത്തിലൂടെ പറഞ്ഞത്. അതേപോലെ തന്നെ ഹജ്ജിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം. നോക്കൂ നിങ്ങൾ, 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 200-ാമത്തെ വചനം ഫൈദാ ഖളൈതും മനാസിക്കക്കും. ഹജ്ജിലെ കർമ്മങ്ങളൊക്കെ നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ ഓർക്കണം. കദിക്രിക്കും ആബാഅക്കും അശദ്ദ ദിക്റാൻ, നിങ്ങളുടെ പ്രപിതാക്കളെ നിങ്ങൾ ഓർക്കുന്നതിനേക്കാളൊക്കെയും ശക്തമായി തന്നെ നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കണം. ഹജ്ജിലല്ല കൂടുതൽ പ്രകീർത്തനങ്ങൾ, ശേഷമുള്ള ജീവിതത്തിലാണ്. എന്നാലോചിച്ച് നോക്കൂ, ഇബാദത്തുകൾ എങ്ങനെ നമ്മെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള അള്ളാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു രസകരമായ സംഭവം പറയലുണ്ട്. ഒരു അന്ധനായ മനുഷ്യൻ പാലത്തിലേക്ക് കയറി. തൂക്കുപാലമാണ്. ആ തൂക്കുപാലം ഇങ്ങനെ ഇളകാൻ തുടങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞു, ആചാര്യ അനങ്ങാതിരിക്കുന്നു. അപ്പോൾ ഈ അന്ധനായ മനുഷ്യന് ഈ പാലം കുലുക്കുന്നത് ആചാരാണെന്ന് എങ്ങനെ മനസ്സിലായി? ആചാര്യർക്ക് അത്ഭുതമായി, സംശയമായി. അദ്ദേഹം ഇയാളുടെ പിന്നാലെ കൂടി. അപ്പോൾ ആ അന്ധൻ പറഞ്ഞു കൊടുത്തത്രേ, ആചാര്യർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അന്ധൻ പാലത്തിൽ കയറിയാൽ പാലം കുലുക്കണമെങ്കിൽ, അത്രയും ഒരു മനസ്സിന് കുടുസത ഉണ്ടാകണമെങ്കിൽ ആചാര്യന്മാർക്ക് പറ്റുള്ളത് പറഞ്ഞത് ആരാണ്? ഒരു നാടൻ വർത്തമാനത്തിൽ പറയുന്നതാണ്. എന്തുമായിക്കൊള്ളട്ടെ, അതിലൊരു സത്യാവസ്ഥ, ഒരു നഗ്ന സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് പറയാൻ കാരണം. കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുന്നവർ മനുഷ്യരും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നു. അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. 107-ാമത്തെ അധ്യായം സൂറത്തുൽ മാഊൻ പലപ്പോഴും നമ്മൾ ഉദ്ധരിച്ചിട്ടുള്ളത്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ
പരോപകാര വസ്തു എന്നാണ്. മതത്തെ നിഷേധിക്കുന്നവനെ പറയുന്നിടത്ത് രണ്ട് കാര്യങ്ങൾ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞത്: അനാഥയുടെ ഭക്ഷണ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കാത്തവൻ, അനാഥയെ തള്ളി അകറ്റുന്നവൻ, അഗതിയുടെ ഭക്ഷണ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കാത്തവൻ എന്നാണ്. അപ്പോൾ ഈ മതം എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ടുള്ള നല്ല ബന്ധത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ ബന്ധം ഊഷ്മളമാകണമെങ്കിൽ, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമ്മൾ ശക്തമാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ കടമകൾ നിർവഹിക്കാനുള്ള പ്രാപ്തി, അതിനുള്ള ത്രാണി, അതിനുള്ള ഊർജമൊക്കെയും ഈ ഇബാദത്തുകളിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഖുദ്സിയായ ഒരു വചനത്തിലൂടെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവുമായിട്ടുള്ളൊരു ഒരു ദാസന്റെ ബന്ധത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതായ പ്രവാചകൻ പറയാണ്: മൻ ആദലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അള്ളാഹു പറഞ്ഞതായ പ്രവാചകൻ പറയുന്നു, എൻ്റെ ആത്മമിത്രവുമായി ആരെങ്കിലും ശത്രുതയിലായാൽ അവനുമായി ഞാനിതാ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹ് പറയുകയാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് നടക്കുന്ന, അള്ളാഹുവിൽ ഭക്തി പുരസ്സരം അള്ളാഹുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു ദാസനെ ഒരാൾ അകാരണമായി അവനുമായി ശത്രുതയിലായാൽ അത്തരം വ്യക്തികളോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ. എന്നിലേക്ക് ഒരു ദാസനും ഏറ്റവും കൂടുതൽ അടുക്കുക സാധ്യമല്ല മിമ്മാ ഇഫ്തറലത്ത് അലൈഹി. അവനിൽ ഞാൻ എന്താണോ നിർബന്ധമായി കൽപ്പിച്ചിട്ടുള്ളത് ആ ഫർളുകളിലൂടെയല്ലാതെ, അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ച കർമ്മങ്ങളിലൂടെയാണ് ഒരു ദാസന് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതലായി അടുക്കാൻ കഴിയുക. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. ആ നിർബന്ധ കർമ്മങ്ങൾക്ക് പുറമെ ഐച്ഛികമായ കർമ്മങ്ങളിലൂടെ അയാൾ അള്ളാഹുവുമായി വല്ലാതെ അടുക്കുന്നു. ഫൈദാ അഹ്ബബ്തുഹു കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി. ആ അടുപ്പം അവൻ കാണുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും കാണുക. അള്ളാഹു കാണുന്നത്, അവൻ്റെ കാഴ്ച അള്ളാഹുവിൻ്റെ കാഴ്ചയായി വരും. അവൻ്റെ കേൾവി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി. അവൻ്റെ കാഴ്ച അള്ളാഹുവിൻ്റേതുപോലെയാകും എന്ന് പറഞ്ഞത് പടച്ചവൻ തൃപ്തിപ്പെട്ടതല്ലാതെ അവൻ കാണുകയില്ല. അവൻ കേൾത്തതും അള്ളാഹു തൃപ്തിപ്പെട്ടത് തന്നെയായിരിക്കും. അവൻ നടക്കുന്നതും അവൻ്റെ പിടുത്തവും ഒക്കെയും അങ്ങനെ തന്നെയായിരിക്കും. എന്നിട്ട് ആ ഹദീസിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയുകയാണ്, വഇൻ സഅലനി ലഉഅ്തിയന്നഹു. അങ്ങനെയുള്ള ഒരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകുന്നതാണ്. വലഇൻ ഇസ്തിആദനി. അങ്ങനെയുള്ള ഒരാൾ എന്നോട് അഭയം തേടിയാൽ ലഉഈദന്നഹു. തീർച്ചയായും ഞാൻ അവന് അഭയം നൽകും. അള്ളാഹുവുമായിട്ടുള്ള വലിയൊരു ബന്ധത്തിലേക്ക് ഈ മനുഷ്യന് ഇവൻ്റെ കർമ്മങ്ങൾ, ഐച്ഛികമായി ഇവൻ ചെയ്ത മറ്റു കാര്യങ്ങളൊക്കെ എത്തിക്കുമെന്നാണ് പറയുന്നത്. ആ ഒരു വിധാനത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി പറയാനുള്ളത്, നമ്മൾ ഒരുപാട് നന്മകൾ തുടങ്ങിയിട്ടുണ്ട്. ആ നന്മകളിൽ ചിലതാണ് നമ്മുടെ ഖുർആൻ പാരായണം. ചിലരൊക്കെ പറയുന്നത് 4 ഖത്തം തീർത്തു, 5 ഖത്തം തീർത്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, ഒരു ഹർഫിന് 10 ഹർഫുകൾ പാരായണം ചെയ്ത കൂലി എന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ് പറയുന്നത്. എങ്കിൽ ആ കൂലികളൊക്കെയും ലഭിക്കുന്ന രീതിയിലേക്ക് ആ കർമ്മങ്ങളൊക്കെയും അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലങ്ങളിൽ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. അടുത്ത് എവിടെയെങ്കിലും ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട് എങ്കിൽ അവിടെ നമ്മളൊരു മെമ്പറാകണം. അവിടെ നമ്മൾ സംഘടന നോക്കേണ്ടതില്ല ഖുർആൻ ക്ലാസ്സുകളിൽ. കാരണം ഇനി ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് ഈ ഖുർആനിൻ്റെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും. റമദാനിൽ ഇതുമായി വലിയ ബന്ധമുണ്ടായി. റമദാനിന് ശേഷം പിന്നെ ആ ഗ്രന്ഥത്തെ നമ്മൾ കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്നൊരവസ്ഥയിലേക്ക് വരാൻ പാടില്ല. ആ ഗ്രന്ഥവുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഇത്തരം ക്ലാസ്സുകളിലൂടെ സാധിക്കണം. രണ്ടാമത് രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ഒരുപാട് കാര്യങ്ങളിൽ നമുക്കങ്ങനെ തുടക്കക്കാരാകാൻ നിരന്തരമായി നമ്മളുടെ തറാവീഹ് നമസ്കാരത്തിലും എഴുത്തിക്കാഫിലും ഒക്കെയും നമ്മൾ ഭാഗവാക്കായിട്ടുണ്ട്. തുടർന്ന് രാത്രി നമസ്കാരങ്ങൾ നിലച്ചു പോകുന്നില്ല, തറാവീഹേ മാറിപ്പോകുന്നുള്ളൂ. അത്തരം കാര്യങ്ങളിലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, പടച്ചവന് ഏറ്റവും പ്രിയങ്കരമായ പ്രവർത്തനം ഏതാണ്? കാലം അവിടെ നിന്ന് പറഞ്ഞു, അദ്വാമുഹാ വ ഇൻ ഖല്ല, നിരന്തരമായി ചെയ്യുന്നതാണ്. കുറച്ച് ചെയ്യുന്നുള്ളൂ, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ നിരന്തരമാകുന്നതാണ് അള്ളാഹുവിന് ഏറെയും ഇഷ്ടപ്പെട്ട കാര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമറിനെ ഉപദേശിച്ചതായി കാണാവുന്നതാണ്. മന്നാമ ഹിസ്ബഹു ഔ അൻ ഷൈഇൻ മിൻഹു ഫഖറഅഹു ഫീമാ ബൈന അസ്സലാത്തി വൽ ഫജ്രി വസ്സലാത്തി അൽ-ളഹ്രി കതബ ലഹു കഅന്നഹാ ഖറാഅത്തുൻ മിനൽ ലൈൽ. സുബഹിക്ക് ശേഷവും ളുഹറിന് മുമ്പുമായി ഇത് രണ്ടിനുമിടയിൽ നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്തൊരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും രാത്രി മുഴുക്കെ പാരായണം ചെയ്തവനെ പോലെ അള്ളാഹു അവൻ്റെ മേൽ രേഖപ്പെടുത്തി വയ്ക്കുമെന്നുള്ളതാണ്. ആ നിലയിൽ നന്മകൾ തീരെയും കുറ്റിയറ്റു പോകാതെ ചെയ്ത നന്മകൾ ജീവിതത്തിൽ തുടർന്നുകൊണ്ടും അള്ളാഹുവുമായിട്ടുള്ള ബന്ധം കുറേ കൂടി സജീവമായി നിലനിർത്തിക്കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻകാലങ്ങൾ ചെയ്തു പോയ തിന്മകളെ പരമാവധി അകറ്റി നിർത്തിക്കൊണ്ടും ഈ റമളാൻ ഏറ്റവും ഉപകാരപ്പെട്ടവരായി എന്ന നിലയിൽ അള്ളാഹു രേഖപ്പെടുത്തുന്ന നല്ല വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴും റമളാന് ശേഷം ഉണ്ടാകുന്ന ആരാധനാലയങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ആരവങ്ങളൊക്കെ അടങ്ങിപ്പോയിട്ടുള്ള ഉത്സവപ്പറമ്പുകൾക്ക് സമാനമാകുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ജമാഅത്തുകളിൽ പോലും കൃത്യമായി ശ്രദ്ധയില്ലാത്തവരായി നമ്മൾ മാറിപ്പോകാറുണ്ട്. പ്രത്യേകിച്ച് സുബഹിക്കൊക്കെ ബാങ്ക് വിളിക്കുന്നവനും ഇമാമ് നിൽക്കുന്നവനും മാത്രമായി പോകുന്ന എത്രയോ വലിയ വലിയ പള്ളികളുണ്ട്. എന്നാൽ അങ്ങനെയായി പോകാതെ സൂക്ഷിക്കുക എന്നത് നിർബന്ധമുള്ള കാര്യമാണ്. ഒരാളുടെ നമസ്കാരം നന്നായാൽ അവൻ്റെ എല്ലാ അമലുകളും നന്നാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ശവ്വാൽ അങ്ങോട്ട് തുടങ്ങിയ എല്ലാ സമയങ്ങളിലും കഴിയുന്നത്ര ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ നമ്മൾ സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് അബ്ദുല്ലാഹിബിൻ ഉമറിനെ ഉപദേശിച്ചതായി ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണും, യാ അബ്ദുല്ല, അല്ലയോ അബ്ദുല്ല, ലാ തക്കുൻ ബി മിസ്ലി ഫുലാൻ, ഒരാളെപ്പോലെ നീ ആകരുത് കേട്ടോ. കാന യക്കൂമുൽ ലൈൽ, അയാൾ രാത്രി നമസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ഫതറക്ക ഖിയാമുൽ ലൈൽ, പിന്നീട് അയാളത് അങ്ങോട്ട് സ്റ്റോപ്പാക്കി കളഞ്ഞു, നിർത്തിക്കളഞ്ഞു. ചിലരങ്ങനെ ഉണ്ടാകും, ഒരുപാട് നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നാളത്തേക്ക് ഒന്നുമില്ല എന്നൊരവസ്ഥയിലേക്ക് പാടില്ല. ഒരു 3 റക്അത്തെങ്കിലും വിത്തറിൽ മാത്രം പരിമിതമാക്കിയിട്ടെങ്കിലും ആ നമസ്കാരം തുടർന്ന് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ രക്ഷിതാവുമായിട്ട് 10 മിനിറ്റ് സമയം എല്ലാ ദിവസവും നമ്മുടെ ഹൃദയവേദനകൾ, നമ്മൾ അനുഭവിക്കുന്ന ആശങ്കകളൊക്കെ തുറന്നു പറയാനും അതിനൊക്കെ ഒരു പരിഹാരം തേടാനുള്ള സമയം നമുക്കുണ്ടാകും. അത്ഭുതങ്ങൾ ജീവിതത്തിലുണ്ടാകും, ഒരു സംശയം വേണ്ട. നമ്മുടെ ജീവിതത്തിലൊരു സമാധാനവും ശാന്തിയും ഒക്കെ പ്രദാനം ചെയ്യാൻ ആ 10 മിനിറ്റുകൾക്ക് കഴിയുമെന്നുള്ളതാണ്. അതിനൊരു സമയം നമ്മൾ തിരഞ്ഞെടുക്കുക. യാതൊരു ആരവുമില്ലാതെ ബഹളവുമില്ലാതെ ജീവിതത്തിൻ്റെ ഒരു 10 മിനിറ്റ് സമയം എൻ്റെ ഒരുപാട് ആശങ്കകളും പ്രയാസങ്ങളും, ഞാൻ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളും മറ്റും പലതും, സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെയും ആ രീതിയിൽ ജീവിതത്തിൽ നിന്ന് കൊണ്ടുപോയി നോക്കൂ. റമദാന് ശേഷം മറ്റൊരു നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറയാം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, അൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നു, മൻ സാമ റമദാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, റമദാന് ശേഷം ശവ്വാലിൽ ആരാണ് തുടർച്ചയായി 6 ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നത്, ഫദാക സിയാമുദ്ദഹർ,
ഒരു വർഷം മുഴുക്കെ നോമ്പെടുത്തവനെ പോലെയാണ് അയാളെന്ന് പറയുകയാണ്. 1:10 എന്ന ഇരട്ടി കണക്കനുസരിച്ച് ഓരോ കർമ്മങ്ങൾക്കും ഇരട്ടിയായി പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ആ ഒരു ശ്രേണിയിലാണത് വരുന്നത്. അതുകൊണ്ട് ശവ്വാലിലെ 6 നോമ്പുകൾ കൂടി അനുഷ്ഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, നമ്മളൊക്കെ എത്ര സുഭിക്ഷതയിലാണ് അല്ലേ? നോമ്പ് തുറക്കുമ്പോൾ ലഭിക്കുന്ന ഭക്ഷണങ്ങളുടെ അളവുകൾ ആലോചിച്ച് നോക്കൂ. കിട്ടിയതൊക്കെ തിന്നുമായിരുന്നെങ്കിൽ പലപ്പോഴും ഞപ്പോൾ ഇതിനിടയിൽ തന്നെ മരിച്ചു പോകുമായിരുന്നു. അത്രയും സുഭിക്ഷമാണ് നമ്മുടെയൊക്കെ തീന്മേഷകൾ. എന്നാൽ നോമ്പ് തുറക്കുമ്പോൾ ഒരു കാരക്കയോ ഒരു ഗ്ലാസ് വെള്ളമോ സമാധാനത്തോടു കൂടി കുടിക്കാൻ പറ്റാത്ത എത്രയോ പീഡിതരായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഗസയിലെ മക്കളെയും സ്ത്രീകളെയും സഹോദരിമാരെയും നമുക്ക് മറക്കാൻ സാധ്യമല്ല. പലസ്തീനിലെ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പക്കൽ അവർക്ക് നൽകാനുള്ളത് ഈ പ്രാർത്ഥന മാത്രമാണ്. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫിൽ ഫലസ്തീൻ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫിൽ ഗസ്സ, അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമഹും, അല്ലാഹുമ്മ അക്ഷിഫ് ദുർറ അൻ ഇഖ്വാനിനാ ഫിൽ ഫലസ്തീൻ, അല്ലാഹുമ്മ തഖബ്ബൽ ശുഹദാഅഹും, അല്ലാഹുമ്മ ദമ്മിർ ജയ്ഷ ഇസ്രായീൽ വഫർരിഖ് ജംഅഹും, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഈ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങൾ, 2-3 കാര്യങ്ങൾ അനുബന്ധമായി കൂട്ടിച്ചേർക്കുകയാണ്. നമ്മുടെ പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹിലായിരിക്കും. 7:15 കൃത്യമായ സമയത്ത് തന്നെയും എത്തിച്ചേർന്നു